dearest sisters and brothers, എന്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരന്മാരെ, very happy to be here today. ഇന്നിവിടെ വന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. എല്ലാവർക്കും നമസ്കാരം. I am here today and I was traveling yesterday also just to say thank you to you. ഇന്നിവിടെ വന്നതും ഇന്നലെ ഞാൻ ഇവിടെ യാത്ര ചെയ്തതും മുഴുവൻ നിങ്ങൾക്ക് നന്ദി പറയാൻ വേണ്ടി മാത്രമാണ്. So very big thank you from my heart for all the love you are giving me, for your affection, for your support and for making me your member of parliament. നിങ്ങൾ നൽകിയ എല്ലാ സ്നേഹത്തിനും, നിങ്ങളുടെ എല്ലാ ഇഷ്ടത്തിനും, നിങ്ങളുടെ പിന്തുണയ്ക്കും, അതുപോലെ തന്നെ നിങ്ങളുടെ ജനപ്രതിനിധിയായി എന്നെ തെരഞ്ഞെടുത്തതിനും എൻ്റെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് നിങ്ങൾക്കൊരു വലിയ നന്ദി ഞാൻ പറയുകയാണ്. All of us are fighting a very big battle today. ഐക്യ ജനാധിപത്യ മുന്നണിയിലെ നേതാക്കളും പ്രവർത്തകരും ഇന്നൊരു വലിയ പോരാട്ടമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. We are fighting against a force that is doing everything possible to undermine our democracy. നമ്മുടെ ജനാധിപത്യത്തെ കുറച്ച് കാണിക്കാനായി, തകർക്കാൻ വേണ്ടി എല്ലാ വിധത്തിലും ശ്രമിക്കുന്ന ഒരു ശക്തിക്കെതിരെയാണ് നമ്മൾ ഇന്ന് പോരാടിക്കൊണ്ടിരിക്കുന്നത്. A force that is weakening our constitution as much as it can. അതിന് കഴിയാവുന്നത്രയും നമ്മുടെ ഭരണഘടനയെ ദുർബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ശക്തിക്കെതിരെയാണ് നമ്മൾ പോരാടുന്നത്. A force that stands for a politics of division, of creating separation between you. ജനങ്ങൾക്കിടയിൽ വിഭാഗീയത, അകൽച്ച സൃഷ്ടിക്കുന്ന ഒരു രാഷ്ട്രീയത്തിനെതിരെ, ഒരു ശക്തിക്കെതിരെയാണ് നമ്മൾ പോരാടുന്നത്. In a way, today, once again, we are fighting for all those things that our ancestors, Mahatma Gandhi ji, Jawaharlal Nehru ji, and all your ancestors who participated in the freedom movement fought for. ഇന്ന് യഥാർത്ഥത്തിൽ നമ്മൾ ഒരിക്കൽ കൂടി ജവഹർലാൽ നെഹ്റുജിയും മഹാത്മാഗാന്ധിജിയെ പോലെ നമ്മുടെ പൂർവ്വ പിതാമഹന്മാർ, അതുപോലെ നിങ്ങളുടെ മുൻഗാമികൾ എന്തിനു വേണ്ടിയാണോ പോരാടിയത്, ആ മൂല്യങ്ങൾക്ക് വേണ്ടി ഇന്ന് നമ്മൾ വീണ്ടും പടപൊരുതുകയാണ്. We believe deeply in the equality of every single citizen of India. ഇന്ത്യ എന്ന രാജ്യത്തെ ഓരോ പൗരന്റെയും തുല്യതയിൽ ഞങ്ങൾ ആഴത്തിൽ വിശ്വസിക്കുന്നു. We believe that power should be in your hands. ഞങ്ങൾ വിശ്വസിക്കുന്നത് അധികാരം എന്ന് പറയുന്നത് നിങ്ങളുടെ, ജനങ്ങളുടെ കയ്യിലായിരിക്കണമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. We believe that the constitution has given you the right ഞങ്ങൾ to demand, the right to deserve every facility and to have a progressive and strong future. ഞങ്ങൾ വിശ്വസിക്കുന്നത് ഇന്ത്യൻ ഭരണഘടന നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം പുരോഗമനാത്മകമായ ശക്തമായ ഒരു ഭാവി ഉണ്ടാക്കാനുള്ള അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടന നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. And we believe that in a democracy nothing is above the will of the people. ഞങ്ങൾ വിശ്വസിക്കുന്നത് ജനാധിപത്യത്തിൽ ജനങ്ങളുടെ ഇഷ്ടത്തിനുപരിയായി മറ്റൊന്നുമില്ല എന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു. So I thank you also for recognizing this fight and for standing shoulder to shoulder with us in this battle for a democratic and strong nation. ജനാധിപത്യ സ്വഭാവമുള്ള ശക്തമായ ഒരു രാജ്യത്തിന് വേണ്ടിയുള്ള ഈ പോരാട്ടം തിരിച്ചറിയുന്നതിനും ഈ പോരാട്ടത്തിൽ ഞങ്ങളോട് തോളോട് തോൾ ചേർന്ന് നിൽക്കുന്നതിനും ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളോട് നന്ദി പറയുകയാണ്. Now today is also almost exactly 4 months since the terrible tragedy of the landslide. ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഇവിടെ മണ്ണിടിച്ചിലുണ്ടായ ആ വലിയ ദുരന്തത്തിന്റെ ഏകദേശം 4 മാസങ്ങളായ ദിവസമാണ്. So as we all stand here and we remember what happened 4 months ago when I came here with my brother and met the victims of that landslide. ഇന്ന് നമ്മൾ ഇവിടെ നിന്ന് 4 മാസങ്ങൾക്ക് മുമ്പ് അവിടെ എന്താണ് നടന്നതെന്ന് ഓർക്കുകയാണ്. ഞാൻ എൻ്റെ സഹോദരനോടൊപ്പം വന്ന് അന്ന് ദുരന്ത ബാധിതരായവരെ, അതിജീവിച്ചവരെ കണ്ടത് ഞാൻ ഓർക്കുകയാണ്. And we all saw the terrible devastation, the immense pain and suffering that people were going through. അവിടെ ഉണ്ടായ വിനാശം, നാശം നമ്മൾ കണ്ടു. അവിടുത്തെ ജനങ്ങൾ കടന്നുപോയ അതിരില്ലാത്ത വേദനയും കഷ്ടപ്പാടും എന്താണെന്ന് നമ്മൾ കണ്ടു. It is an even greater responsibility for us today, 4 months later, to press for rehabilitation, to press for them to get what they deserve so that they can rebuild their lives and start building once again over that devastation that took place. ഇത്രയും അതിവിനാശമുണ്ടായ ഒരു സ്ഥലത്ത് അവിടെയുള്ള ആളുകൾക്ക് അവരുടെ പുനരധിവസിപ്പിക്കുന്നതിന്, അവർക്ക് വേണ്ടത്, അവർ അർഹിക്കുന്നത് കിട്ടി അവരുടെ ജീവിതം പുനർനിർമ്മിക്കുന്നതിന് വേണ്ടി അവർക്ക് എന്താണോ ചെയ്യാൻ സാധിക്കുക, അവർക്ക് വേണ്ടി എന്താണോ ചെയ്യാൻ സാധിക്കുക അത് ചെയ്യുക എന്നുള്ളത് ഇന്ന് നമ്മുടെ വലിയൊരു ഉത്തരവാദിത്തമാണ്. And it is very sad for all of us to see that politics should be played even in these circumstances. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലും ആളുകൾ രാഷ്ട്രീയം കളിക്കുന്നു എന്ന് നമുക്ക് വളരെയധികം വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. When citizens of a country, of a state, even what we saw over here, when ordinary people can rise above differences, can help
and have compassion and have kindness and show humanity at a time like that. Politics should reflect that sense of humanity. Politics, governments, people who are in power should recognize that a great tragedy has taken place and not play politics with it. സാധാരണക്കാരായ മനുഷ്യര്, ഒരു സമൂഹത്തിലെ ആളുകൾ, ഈ രാജ്യത്തെ പൗരർ, അവരെല്ലാ വ്യത്യാസങ്ങൾക്കും അതീതമായി ഇങ്ങനെ ഒരു ദുരിതം, അവിടെ ദുരന്തമുണ്ടായപ്പോൾ ഒരുമിച്ച് നിന്നപ്പോൾ അത് രാഷ്ട്രീയത്തിലും പ്രതിഫലിക്കണം. ഈ സമയത്ത് രാഷ്ട്രീയമല്ല കളിക്കേണ്ടത്. എല്ലാ വ്യത്യാസങ്ങൾക്കും അതീതമായി അവരെ സഹായിക്കലാണെന്നുള്ളത്, ആ മൂല്യം രാഷ്ട്രീയത്തിലും ഉണ്ടാവണം. I personally also visited people who were suffering from very similar circumstances in Himachal Pradesh about a year and a half ago. 1.5 വർഷങ്ങൾക്ക് മുമ്പ് ഇതേ സാഹചര്യങ്ങളിൽ ബുദ്ധിമുട്ടുന്ന ആളുകളെ ഞാൻ ഹിമാചൽ പ്രദേശിലും സന്ദർശിക്കുകയുണ്ടായി. And there also I saw that because there was a Congress government in the state, the center was not sending the funds to rehabilitate those who had suffered. അവിടെ ഞാൻ കണ്ടത്, അവിടെ ആ സംസ്ഥാനം ഭരിച്ചിരുന്നത് ഒരു കോൺഗ്രസ് ഗവൺമെന്റ് ആയതുകൊണ്ട് ആ ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കാൻ ആവശ്യമായ സാമ്പത്തിക സഹായം കേന്ദ്ര ഗവൺമെന്റ് അവിടെയും നൽകിയില്ല. Here also both the state government and the central government are dragging their feet and not doing what is required to help the victims. ഇവിടെയും നമ്മുടെ വയനാട്ടിലും കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും ഇവിടുത്തെ ദുരന്തബാധിതരെ സഹായിക്കാൻ എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യുന്നില്ല എന്നതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. So this becomes another reason for us all to reflect and to understand that the kind of governance and politics we want in our country is one that does not discriminate. അതുകൊണ്ട് ഈ സാഹചര്യം വരുമ്പോഴും നമ്മൾ ചിന്തിക്കണം, ആലോചിക്കണം, പ്രതിഫലിക്കണം. നമ്മുടെ രാജ്യത്തുണ്ടാവേണ്ട ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത്, രാജ്യത്തുണ്ടാകേണ്ട ഭരണ സംവിധാനം എന്ന് പറയുന്നത് ആളുകളെ വിവേചിക്കുന്ന ഒന്നാവരുത് എന്ന് നമ്മൾ ചിന്തിക്കണം. Over the period of my campaign here, I met many of you. I met farmers, shopkeepers, businessmen. I met women who work in Manrega, in the fields, in tea gardens, in coffee estates. I met many of you and tried to understand slowly what problems you face in your daily lives. ഇവിടെ പ്രചരണം നടക്കുന്ന സമയത്ത് ഞാൻ ഒരുപാട് പേരെ കണ്ടു. കർഷകരെ കണ്ടു, കച്ചവടക്കാരെ കണ്ടു, ബിസിനസ് നടത്തുന്നവരെ കണ്ടു, തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നവരെ കണ്ടു, തേയിലത്തോട്ടങ്ങൾ പണിയെടുക്കുന്നവരെ കണ്ടു. അവരിൽ നിന്നൊക്കെ നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് ഞാൻ പതിയെ മനസ്സിലാക്കുകയാണ്. I intend to work hard to try and resolve the long-standing problems that you have had. നിങ്ങൾക്ക് വളരെ നാളുകളായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി എനിക്ക് കഠിനമായി പ്രയത്നിക്കേണ്ടതുണ്ട്. I heard from the farmers how much destruction is being caused by the man-animal conflict. വന്യജീവി സംഘർഷം മൂലം എത്രമാത്രം നാശമാണ് ഉണ്ടാകുന്നതെന്ന് ഞാൻ കർഷകരിൽ നിന്ന് കേട്ടു. And I heard almost from everybody how important the night ban issue is and how important it is for you to have access to health services, to educational services, especially in the tribal areas. നിങ്ങളിൽ നിന്ന് രാത്രി യാത്രാ നിരോധനം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എത്രമാത്രം ബുദ്ധിമുട്ടുള്ള ഒരു പ്രശ്നമാണെന്ന് മനസ്സിലാക്കി. അതുപോലെ പ്രത്യേകിച്ചും ആദിവാസി മേഖലകളിൽ വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനുമുള്ള സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തേണ്ടതും എത്രമാത്രം പ്രധാനപ്പെട്ടതാണെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. But this is just the beginning of my journey. പക്ഷേ ഇതെന്ന് പറയുന്നത് എന്റെ യാത്രയുടെ ഒരു തുടക്കം മാത്രമാണ്. And as I journey together with you, I will come to you, I will meet you, and I will understand in much greater depth the lives that you are living and the problems that you are facing. പക്ഷേ ഈ യാത്ര നമ്മൾ തുടർന്നു കൊണ്ടുപോകുമ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങളോട് സംസാരിച്ച് നിങ്ങളിൽ നിന്ന് നേരിട്ട് നിങ്ങൾ കടന്നു പോകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയുള്ള ജീവിതമാണ് ജീവിക്കുന്നതെന്ന് ഞാൻ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കും. I want to assure each and every one of you, each and every one who is standing here today, each one who waited for me during the campaign, who stood outside their houses with flowers, who were standing on the streets waving to me as I passed, who waited till late at night to see me and came out, left their work to stand there to receive me and to give me your love and your affection. I want to assure each one of you that each one of you is a responsibility I consider mine. ഞാൻ ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരോടും പ്രചരണ കാലത്ത് എന്നെ കാത്തു നിൽക്കാൻ വേണ്ടി, വീടിന് പുറത്ത് പൂക്കളുമായി എന്നെ കാത്തു നിന്നവർക്ക് വേണ്ടി, രാത്രി പലപ്പോഴും വൈകിട്ടും എനിക്ക് വേണ്ടി വഴിയോരങ്ങളിൽ കാത്തു നിന്നവരോട്, എന്നെ കൈവീശി കാണിച്ചവരോട്, എനിക്ക് ഒരുപാട് സ്നേഹം തന്ന നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ ഉറപ്പ് നൽകാൻ ആഗ്രഹിക്കുന്നു. ഇവിടെയുള്ള നിങ്ങൾ ഞാൻ സ്വന്തമായി കരുതുന്ന എന്റെ ഉത്തരവാദിത്തമാണെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. I take the trust and faith you are placing in me very seriously. നിങ്ങൾ എന്നിൽ അർപ്പിച്ച വിശ്വാസത്തെ ഏറ്റവും അധികം ഗൗരവത്തോടു കൂടി ഞാൻ കണക്കിലെടുക്കുന്നു എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു.